അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദ്വാല്ലാഹി അമ്മാ ബഅദ്. ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, മരണം ആസന്നമായവന് നാം ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങൾ, സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഒരാൾ മരണം ആസന്നമായവനാണെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് അവനെ ഖിബിലയിലേക്ക് തിരിച്ചു കിടത്തണം എന്നതാണ്. അവൻ്റെ ശരീരഭാഗങ്ങളൊക്കെ ഖിബിലയിലേക്കാവുന്ന രൂപത്തിൽ വലതുവശത്തിൻ്റെ മേൽ ചെരിച്ച് കിടത്തണം, അല്ലെങ്കിൽ ഇടതുവശത്തിൻ്റെ മേൽ ചെരിച്ച് കിടത്തി ഖിബിലയിലേക്കാക്കണം. അതിനും സാധ്യമല്ലെങ്കിൽ അവൻ രണ്ട് കാലും ഖിബിലയിലേക്കാകുന്ന രൂപത്തിൽ മലർത്തി കിടത്തണം. എന്നിട്ട് ആ മരണം ആസന്നമായവന് കലിമത്ത് തൗഹീദിൻ്റെ വചനം പറഞ്ഞു കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണം ആസന്നമായവന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. മൻ കാന ആഖിറു കലാമിഹി ഇൻദൽ മൗതി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊല്ലിക്കൊടുക്കുമ്പോൾ നിർബന്ധിക്കാതെ, ബലം പ്രയോഗിക്കാതെ, വളരെ സൗമ്യമായ രൂപത്തിൽ അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. അവൻ ഏറ്റു ചൊല്ലിയാൽ പിന്നീട് അവനെ ചൊല്ലിപ്പിക്കരുത്. അവൻ ഏറ്റു ചൊല്ലിയതിന് ശേഷം വീണ്ടും അവൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവനെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വളരെ സൗമ്യമായ ഭാഷയിൽ അവനെ ചൊല്ലിക്കൊടുക്കണം. അങ്ങനെ അവൻ്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണം. ഭൂമിയിലേക്ക് അവൻ പിറന്നു വീണപ്പോൾ അവൻ ആദ്യം കേട്ടത് അള്ളാഹുവിൻ്റെ വചനമാണ്, അള്ളാഹുവിനെ കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ നാമമാണ്. ഭൂമിയിൽ നിന്ന് പോകുമ്പോഴും ആ നാമം ഉച്ചരിച്ചുകൊണ്ടും ആ നാമം കേട്ടുകൊണ്ടും അവൻ പോകണം എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. അങ്ങനെ മരണം ആസന്നമായവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കൊടുക്കുക. ആ സ്ഥലത്ത് നിന്ന്, ആ മരണം ആസന്നമായ രോഗിയുടെ അടുക്കൽ നിന്ന് ജനാപത്തുള്ള പുരുഷന്മാരും സ്ത്രീകളും മാറി നിൽക്കണം. അതുപോലെ മെൻസസ്സുള്ള ആർത്തവമുള്ള സ്ത്രീകളും ഒഴിവാക്കണം. അവർ പുരുഷന്മാരും വലിയ ശുദ്ധിയുള്ളവർ ആ മരണം ആസന്നമായവൻ്റെ അടുക്കൽ നിൽക്കുന്നത് കറാഹത്താണ്. അതുകൊണ്ട് അവരെ അവിടെ നിന്ന് മാറി നിൽക്കണം. എന്നിട്ട് മയ്യത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്ത് ആ മയ്യത്തിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ഓതണം. നിങ്ങൾ മരണം ആസന്നമായവൻ്റെ അടുക്കൽ യാസീൻ സൂറത്ത് ഓതണം എന്നാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. സൂറത്ത് യാസീൻ അല്പം ഉച്ചത്തിൽ തന്നെ അവൻ്റെ മുമ്പിൽ വെച്ച് ഓതണം. അതുപോലെ സാധിക്കുന്നുവെങ്കിൽ സൂറത്ത് റാഅദ് കൂടെ ഓതൽ പ്രത്യേകമായ സുന്നത്താണ്. അങ്ങനെ ആ മയ്യത്തിന്, ആ മരണം ആസന്നമായവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുകയും അതോടൊപ്പം അവന് വെള്ളം, അല്പം തണുത്ത വെള്ളം അവൻ്റെ ചുണ്ടിൽ ഒഴിച്ചു കൊടുക്കലും അതും സുന്നത്താണ്. കാരണം വലിയ ദാഹത്തോടു കൂടെയാണ് അവൻ്റെ റൂഹ് പിരിയുന്ന ആ അവസ്ഥ. അതുകൊണ്ട് വല്ലാത്ത ദാഹം അനുഭവിച്ചുകൊണ്ടാണ് ആ രോഗി കിടക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ചുണ്ട് നനച്ചു കൊടുക്കൽ അത് പ്രത്യേകമായ സുന്നത്താണ്. അങ്ങനെ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാം ചെയ്യേണ്ടത് ഉടനെ ആ മയ്യത്തിന് രണ്ട് കണ്ണുകളും അടച്ചു കൊടുക്കണം. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കണ്ണും അടച്ചു കൊടുക്കണം. അതുപോലെ അവൻ്റെ താടി തലയിലേക്ക് ഒരു ശീലക്കഷ്ണം കൊണ്ട് കെട്ടണം. ഇത് രണ്ടും ഉടനെ ചെയ്തിട്ടില്ല എങ്കിൽ ആ മയ്യത്തിൻ്റെ വായ പിന്നീട് കൂടിക്കിട്ടാൻ പ്രയാസമായിരിക്കും. അതുപോലെ കണ്ണടയാനും പ്രയാസമായിരിക്കും. മയ്യത്തിൻ്റെ വായ തുറന്നുകൊണ്ടാണ് കിടക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ കുളിപ്പിക്കാൻ വളരെയധികം പ്രയാസമാണ്. കാരണം ശരീരത്തിൽ ഒഴിക്കുന്ന വെള്ളമൊക്കെ വായിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടി ഉടനടി ചെയ്യേണ്ടതാണ് താടി കെട്ടുക, അതുപോലെ കണ്ണ് രണ്ടും ചിമ്മിക്കൊടുക്കുക. പിന്നീട് ചെയ്യേണ്ടത് ആ മയ്യത്തിൻ്റെ കൈ വിരലുകൾ മടക്കി നിവർത്തി ഒന്ന് മയപ്പെടുത്തി കൊടുക്കണം. ഈ രൂപത്തിൽ വിരലുകളെല്ലാം ഉള്ളം കൈയിലേക്കും അവിടെ നിന്ന് കൈ ഇങ്ങനെ ഈ രൂപത്തിലും രണ്ട് കൈയും ചെയ്തു കൊടുക്കണം. കുളിപ്പിക്കാൻ എളുപ്പമാവാൻ വേണ്ടിയാണത്. അതുപോലെ രണ്ട് കാലുകൾ തുടയിലേക്കും തുട വയറിലേക്കുമായി ഈ രൂപത്തിൽ കാലുകളും ഒന്ന് ചെറിയൊരു എക്സസൈസ് ആ മയ്യത്തിന് ചെയ്തു കൊടുക്കണം. അത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനുമൊക്കെ എളുപ്പമാകാൻ അത് സഹായമാകും. ഈ രൂപത്തിലാണ് മയ്യത്തിന് ചെയ്യേണ്ടത്. അങ്ങനെ മരണം ഉറപ്പായി കഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യൻ, ആ രോഗി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മുഴുവൻ അഴിച്ചു മാറ്റുക. എന്നിട്ടൊരു നേരിയ തുണി, ആ തുണി കൊണ്ട് അവൻ്റെ ശരീരം മുഴുവൻ മൂടണം. ശരീരം മുഴുവൻ മൂടിയിട്ട് വയറ് പൊന്താതിരിക്കാൻ വേണ്ടി ആ വസ്ത്രത്തിൻ്റെ മുകളിൽ ഒരു
ചെറിയൊരു ഭാരം വെക്കൽ അത് സുന്നത്ത. അല്ലെങ്കിൽ മയ്യത്തിൻ്റെ വയറ് വീർത്ത് അത് മോശമായ രൂപത്തിലായി പോകും. അതുകൊണ്ട് അധികം ഭാരമില്ലാത്ത രൂപത്തിൽ ഒരു ഇരുമ്പിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഒരു കല്ലിൻ്റെ കഷ്ണമോ ഒരു മൺകട്ടയോ ചെറുതായിട്ട് അവൻ്റെ വയറിൻ്റെ മുകളിൽ വെക്കൽ അതും പ്രത്യേകമായ സുന്നത്താണ്. അതിനുശേഷം ഈ മയ്യത്തിന് ഒരു ഉയരമുള്ള കട്ടിലിൽ കിടത്തണം. വെറും തറയിൽ വെക്കരുത്. മയ്യത്തിന് ഉയരമുള്ള കട്ടിലിൽ കിടത്തുക. ആ കട്ടിലിൽ വിരിപ്പോ പുതപ്പോ അതുപോലെ ബെഡോ ഇതൊന്നും ഉണ്ടാവാത്ത രൂപത്തിൽ വെറും ഒരു കാലിക്കട്ടിലയിൽ ഈ മയ്യത്തിന് ഖിബിലയിലേക്ക് അഭിമുഖമായിട്ട് തന്നെ കിടത്തണം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഖിബിലയിലേക്ക് അഭിമുഖമായിട്ടാണ് ഈ മയ്യത്തിനെ കിടത്തേണ്ടത്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ചില മയ്യത്തിനൊക്കെ നമ്മൾ കാണുമ്പോൾ ആ മയ്യത്ത് രണ്ട് കണ്ണും തുറന്നിരിക്കും, അതുപോലെ വായ പിളർന്നിരിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഉടനടി ചെയ്യേണ്ട കർമ്മങ്ങൾ ഉടനടി ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് അത് പ്രയാസപ്പെടും. കണ്ണ് ചൂടാറുന്നതിന് മുമ്പ് തന്നെ കണ്ണടച്ചില്ലെങ്കിൽ ആ കണ്ണ് പിന്നെ അടഞ്ഞു കിട്ടാൻ പണിയാണ്. അതുപോലെ വായ താടി കെട്ടിയിട്ടില്ലെങ്കിൽ വായ തുറന്നിരിക്കും. വായ തുറന്ന് കടന്നാൽ ആ മയ്യത്തിനെ കുളിപ്പിക്കാനൊക്കെ വലിയ പ്രയാസമുണ്ടാകും. അതില്ലാതിരിക്കാൻ വേണ്ടി മരണം നടന്ന ഉടനെ ഈ കാര്യങ്ങളൊക്കെ നാം ഉടനടി ചെയ്യണം. അത് വൈകിച്ചാൽ താമസിച്ചാൽ പിന്നീട് അതുകൊണ്ട് പ്രശ്നമായി തീരും. അതുകൊണ്ട് പലപ്പോഴും പെട്ടെന്നൊക്കെ ഉണ്ടാകുന്ന മരണത്തിൽ പല ആളുകളും വെപ്രാളത്തിൽ കരയാനും നിലവിളിക്കാനുമൊക്കെ സമയം കാണുന്നതിന് പകരം ഈ മയ്യത്തിന് ഉടനടി ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അത് ഉടനടി തന്നെ ചെയ്ത് ആ മയ്യത്തിനെ രക്ഷപ്പെടുത്തണം. അല്ലെങ്കിൽ പിന്നീട് അതിനെ കുളിപ്പിക്കാനോ കഫൻ ചെയ്യാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കാര്യങ്ങൾ നാം എല്ലാവരും ഗൗരവമായിട്ട് തന്നെ എടുക്കണം. പല മയ്യത്തും നമ്മൾ കാണുമ്പോൾ വായ ഇങ്ങനെ തുറന്ന് കാണും, കണ്ണിങ്ങനെ മിഴിച്ച് കാണും. ആ മയ്യത്തിൻ്റെ റൂഹ് അവസാനമായി പിരിയുന്നത് കണ്ണിലൂടെയാണ്. ആ റൂഹ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാണ് ആ മയ്യത്ത് നോക്കുന്നത്. അപ്പോൾ ആ കണ്ണ് നമ്മൾ ഉടനെ അടിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നീട് അത് അടഞ്ഞു കിട്ടാൻ പ്രയാസപ്പെടും. അതുകൊണ്ട് മയ്യത്ത് മരിച്ച ഉടനെ ഈ കാര്യങ്ങളൊക്കെ നാം വളരെ ഗൗരവമായിട്ട് തന്നെ മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ശുദ്ധിയുള്ളവർ, ആർത്തവകാരികളായ സ്ത്രീകൾ അവരൊക്കെ മരണമാസന്നമായ മയ്യത്തിൻ്റെ അടുക്കലേക്ക്, ആ രോഗിയുടെ അടുക്കലേക്ക് പോവാതിരിക്കണം. കാരണം റഹ്മത്തിൻ്റെ മാലാഖമാർ ഇറങ്ങുന്ന സദസ്സായതുകൊണ്ട് അവർ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കണം എന്നുകൂടെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.